കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും സംസാരിക്കാനും സമയമില്ലാതെയായി. കുട്ടികളെക്കപ്പുറം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ സമയമില്ലാതെയായി. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാണ്ടായി. സ്വാഗതം പറഞ്ഞ എന്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായിട്ടുള്ള രതീഷ് ബി ചന്ദ്രൻ, എന്റെ പ്രിയ സുഹൃത്ത് ഗാനരചയിത ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ ഷാജി എല്ലത്ത്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി മുഹമ്മദ്, ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ, വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട്. കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ മൊമെന്റും എനിക്ക് വിലപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു രതീഷ് ചന്ദ്രനെ പോലെ തന്നെ അത്രയും തന്നെ എന്ന് പറയാൻ പറ്റില്ല. ലതീഷിന് ഇത് എങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കാര്യം വളരെ തിരക്കുള്ള ഒരു അഡ്വക്കേറ്റാണ്. ചേർത്തലയിൽ മാത്രമല്ല, കേരളത്തിന്റെ പല കോടതികളിലും ഇത്രയും മാത്രം സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും മഴയും ഞായറാഴ്ചയായിട്ട് അത്രയും പ്രോഗ്രാമുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ മെറിറ്റ് അവാർഡിലൂടെ വന്നപ്പോൾ ഇത്രയും പേരുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അതിൽ കൂടുതലാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ അന്ന് നമ്മുടെ ലാബ് അന്ന് കാണിച്ചു തന്നവരാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കും. കാരണം പഠനമാണ്, ഇനി ഫ്യൂച്ചറാണ്. പഠിച്ച കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് നല്ല മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ദിവസം കൂടിയാണ്, അല്ലേ? പിന്നെ നമ്മള് കുഞ്ഞിനെ സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളെക്കാൾക്കുള്ള ആദി ഇന്ന് മാതാപിതാക്കൾക്കാണ്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ രണ്ട് മക്കളും പഠിക്കുന്ന രണ്ട് കുട്ടികൾ തന്നെയാണ്. മോളിപ്പോ ഡോക്ടറായിട്ട് PG ചെയ്യുന്നു, മോനിപ്പോ 4th MBBS പഠിക്കുന്നു. അപ്പൊ രണ്ടുപേരും അടുത്തില്ലെങ്കിൽ പോലും റീഡ് ആദ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ, അതായത് മാതാപിതാക്കളെക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന, വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ശക്തി നമുക്ക് സമൂഹത്തിന് ചുറ്റും വന്നു പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് മൊബൈലിലൂടെയുള്ള, ഇന്റർനെറ്റിലൂടെയുള്ള റോങ് മെസ്സേജ് ആവാം, മറ്റ് മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടലുകളാകാം. കുട്ടികളിൽ നിന്ന് എന്താ പറയുക, പ്രായപൂർത്തിയൊന്നും ഒരു പ്രശ്നമില്ല. കാര്യം നമ്മൾ കണ്ടിരിക്കുന്നത് അതാണ്. കാര്യം ഇന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിക്കൂടാ. അതിന് 1-2-3 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുറെ പരിധി വരെ മാറ്റം കാണും. ഒന്ന്, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സംസാരങ്ങൾ കുറഞ്ഞു. കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും സംസാരിക്കാനും സമയമില്ലാതെയായി. കുട്ടികളെക്കപ്പുറം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ സമയമില്ലാതെയായി. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാണ്ടായി. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ ഇല്ലാണ്ടായി. മക്കളെ ചേർത്ത് പിടിക്കുന്ന സമയങ്ങളിലും മൊബൈൽ, TV എല്ലാം മാറി ഇപ്പൊ മൊബൈൽ തന്നെയാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ എത്തി. ഇതിനിടയിൽ മെജോറിറ്റി ഭർത്താവിനോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു ഭർത്താവിനോട് മൊബൈലിലൂടെ സംസാരിക്കണം. ഭാര്യയോട് സംസാരിക്കേണ്ട കാര്യം ഭർത്താവ് മറ്റൊരു ഭാര്യയോട് സംസാരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കണം, പ്രാർത്ഥനയിൽ വളർത്തണം, പേടിയിൽ വളർത്തണം. ഞാനൊക്കെ ഇന്നിപ്പോ നമുക്ക് കുട്ടികളെ നടിക്കാൻ പാടില്ല, അല്ലേ? അടികൊണ്ട് നന്നായിട്ട് അടികൊണ്ട് കയറി വന്നതാണ്. പേടി എന്ന് പറഞ്ഞ സാധനമില്ല. എന്തു പറഞ്ഞാലും അനുസരണ ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പൊ പ്രാർത്ഥന ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവണം,
വിദ്യാർത്ഥികൾ സ്കൂളിൽ വരുമ്പോൾ മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്ന അധ്യാപകർ, മക്കളും അതുപോലെ അധ്യാപകർ, അതുപോലെ അച്ഛനും അമ്മയും പോലെ കാണണം. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നതും തുടക്കവും എല്ലാം. നല്ലൊരു കാലം ഉണ്ടാവട്ടെ. അതിനായിട്ട് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നാട്ടില് ഓരോ പ്രാവശ്യം വരുമ്പോൾ വൈവിധ്യമാർന്ന പരിപാടികളും ഒക്കെ കണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് പരിപാടികളും എന്നും എനിക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിട്ട് പോലും ഞാൻ ലതീഷിന്റെ പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു നാട്ടിൽ നിന്ന്, ഈ ഒരു ഗ്രാമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വാർഡിൽ നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലതീഷിന്റെ നേതൃത്വത്തിൽ. ഇനിയും മറ്റു പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മറ്റു ജില്ലകൾ മറ്റുള്ള ഇത് കാണാനായിട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ ഒരുമ ഇനിയും വരും. ഞാൻ ചോദിച്ചു, ഇനി നിൽക്കുന്നുണ്ടോ ലതീഷ്? ഇത്രയും തിരക്കുണ്ടായിട്ട് ലതീഷ് ഇനി വേണ്ടാന്ന് വെച്ചാൽ പോലും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. ഒരാൾ അതുപോലെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറമായിട്ട് ഒരാൾ കൂടപ്പുറത്ത് പോലെ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ നേടിത്തരേണ്ട ഒരാൾ നമ്മുടെ ഈ ഏരിയയിൽ ഉണ്ടാവണം. അതുകൊണ്ട് ലതീഷ് ഈ വാർഡിൽ നിന്ന് മാറണമെങ്കിൽ ഒന്നുകിൽ ഇത് വനിതാ വാർഡാവണം, അല്ലെങ്കിൽ ഇതാവണം. എന്നാലും ലതീഷ് ഒന്ന് മാറുള്ളൂ. ഇനി ലതീഷ് മെമ്പറായില്ലെങ്കിൽ പോലും ലതീഷ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അധികാരം ഇല്ലെങ്കിലും പഞ്ചായത്തിൽ പോയില്ലെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ്, അതാണ് ആ ബോണ്ടിങ് ഉണ്ടാക്കി തന്നിരിക്കുന്ന ദൈവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപെടലാണ് നല്ല ബോണ്ടിങ് ഉണ്ടാവുന്നത്. അതുപോലെ കുട്ടികളും നല്ല ബോണ്ടിങ്ങില് മാതാപിതാക്കളും ഗുരുക്കന്മാരൊക്കെ ബോണ്ടിങ് ഉണ്ടാവട്ടെ, വലിയ വിഷയം ഉണ്ടാവട്ടെ. ഇവിടുന്ന് വലിയ രീതിയിൽ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും, എന്റെ സംഘാടകർക്കും, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വൈദ്യുചേട്ടൻ നമ്മൾക്ക് വേദി ധന്യമാക്കുന്നതിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ഒരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും വളരെ നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷം പൂർത്തിയാവുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഈ 4 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ തങ്ങളുടെയൊക്കെ വലിയ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. മൂല്യങ്ങളെ എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്നൊക്കെ ചിന്താഗതിയുള്ള വ്യക്തിയാണ് ലതീഷ് ടീച്ചർ. അദ്ദേഹം ഇവിടെ 4 വർഷം 5 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 5 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നമ്മളെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ നാളത്തെ ലോകത്തെ നയിക്കേണ്ടത് കുട്ടികളാണ്. ആ കുട്ടികളെ നയിക്കുന്നതിൽ, ആ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ, അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെ പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ ഉയർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ശ്രദ്ധ നമുക്ക് കാണാതെ പോകുന്നത് ശരിയല്ല.
വളരെ ഉയർന്ന ഒരു കുടുംബത്തിലൊന്നുമല്ല ജനിച്ചത്. സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന ഒരു കയർത്തൊഴിലാളിയുടെ മകനായാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എന്നെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും എന്നെക്കുറിച്ച് പറഞ്ഞു തന്ന പൊങ്ങാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ജീവിതത്തിനിടയ്ക്ക് 8ാം ക്ലാസ് മുതൽ എനിക്ക് കാർ ഫാക്ടറിയിൽ ജോലിക്ക് പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോഴും കാർ ഫാക്ടറിയിൽ ഭയങ്കര കളിയാക്കളാണ്. അത് സഹിച്ചു വേണം അവിടെ ഇരിക്കാൻ. തടുക്ക് തയ്ക്കൽ, നമ്മുടെ ഇവിടുത്തെ പപ്പട തടുക്കെന്ന് പറയുമ്പോൾ അത് തയ്ച്ചാണ് ഞാനത് അതിനുശേഷമാണ് സ്കൂളിൽ പോകുന്നത്. ഞാൻ എൻ്റെ തൊഴിൽ ഡിഗ്രി പഠനം അവസാനിക്കുന്നവരെ തുടർന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് കാവുങ്കൽ വായനശാലയുമായി അടുക്കുന്നു. എൻ്റെ ജീവിതം അവിടെ മാറുകയാണ്. വായനശാലയിൽ ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു. ഈ ചേട്ടന്മാരെല്ലാവരും കൂടിയിരുന്ന് പഠിക്കുന്നത് കാണുമായിരുന്നു. വെറുതെ ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു. വെറുതെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു, വായനശാലയിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. ഞാനങ്ങനെ അവിടെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാൻ കയറുന്നു. പഠിപ്പിക്കാൻ കയറി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് നിന്നൊക്കെ ഒരുപാട് പേര് PSC പഠിക്കുന്നതിനായിട്ട് കാവുങ്കൽ ഗ്രാമീണയിൽ വരുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ പ്രദേശത്തിന്റെ ഒരു തനത് സ്വഭാവത്തിലേക്ക് ഈ പ്രദേശം വന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയുള്ള പിള്ളേരെല്ലാം കൂടിയിരുന്ന് PSC പഠിക്കും. PSC പഠിച്ച് ജോലി മേടിക്കുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ആ കുടുംബം അങ്ങ് രക്ഷപ്പെടും. അതൊരു വലിയൊരു കാര്യമാണ്. ആ കുടുംബം രക്ഷപ്പെടുന്ന കാര്യം നിങ്ങളോട് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ അവാർഡിനാണ് അതിലെ അധ്യക്ഷയായിരിക്കുന്ന ആവണിയെ പോലെ A+ മേടിച്ച് നല്ല നിലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് ഞാൻ ഒരു അഭ്യർത്ഥന, ഈ ചേട്ടന്റെ ഒരു അപേക്ഷയാണ് വെക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ IAS-കാരെ സംഭാവന ചെയ്യുന്ന UP-യിലെ ഒരു ഗ്രാമമുണ്ട്. മധുവപ്പെട്ടി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ PSC-യെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ അവിടെ ചെറുപ്പം മുതലേ കുട്ടികൾ എന്തിനെ കുറിച്ച് ചിന്തിക്കും? IAS വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. അതിപ്പോൾ വലിയ സ്കൂളിൽ പഠിക്കണമെന്നില്ല. സ്കൂള് എങ്ങനെ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അതായത് നമുക്ക് അവരെ നമ്മളെ മാതാപിതാക്കൾ പോലെ കാണാൻ കഴിഞ്ഞാൽ അതായിരിക്കണം ഏറ്റവും നല്ലത്. പിന്നെ വിദ്യാഭ്യാസം, നമ്മൾ മറ്റുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് പഠിച്ചാൽ എല്ലാത്തിനും A+ കിട്ടുകയും നമുക്ക് ജോലി കിട്ടുകയും ചെയ്യും. പക്ഷേ അതിനുപരിയായി ഇപ്പം നാളെ ഞങ്ങൾ മലേഷ്യ എന്നുള്ള MPമാരുടെ ഒരു സംഘത്തെ ഞങ്ങൾ മീറ്റ് ചെയ്യാണ്. അവരിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ഡെവലപ്മെന്റ് അവർ പ്ലാൻ ചെയ്യുന്നു. ഞാനൊക്കെ ചെയ്ത നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായി മാറിയ ഡോക്ടർ ഷാജി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് നമ്മുടെ വാർഡിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ചെയ്തു.